യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. പ്രോട്ടീൻ ഉള്ള ഫുഡിൽ പ്യൂരിൻ എന്നുള്ള ഒരു കണ്ടന്റിനെ മെറ്റബോളൈസം ചെയ്ത് ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കിഡ്നിയിൽ കൂടെ ഫിൽറ്റർ ചെയ്ത് മൂത്രത്തിൽ കൂടെ പുറത്തു പോവുകയാണ് നോർമലി സംഭവിക്കാറുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു അളവ് ശരീരത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ പല സിംറ്റംസും കാണിച്ചു തുടങ്ങും. ഏറ്റവും ഫസ്റ്റ് ഒരു സിംറ്റം ആയിട്ട് കാണിക്കുക നമ്മുടെ കാലിന്റെ തള്ളവിരലുകളിലാണ്. ആ ഒരു ഭാഗത്ത് ഏറ്റവും സിവിയർ ആയിട്ടുള്ള വേദനയാണ് ഉണ്ടാവാറുള്ളത്. കാലിന്റെ വിരലുകളിലും കയ്യിന്റെ വിരലുകളിലും കാൽമുട്ട്, ഉപ്പൂറ്റി എന്നിങ്ങനെയുള്ള ജോയിന്റ്സുകളിൽ ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഒരു ചൂടും ചുവപ്പ് കളറും നീരും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് നമ്മുടെ ജോയിന്റ്സിനെ മാത്രമല്ല നമ്മുടെ രക്തക്കുഴലുകളെയും കിഡ്നിയെയും വളരെ ഗുരുതരമായിട്ട് ബാധിക്കാറുണ്ട്. യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. കാരണം ജോയിന്റ്സിൽ യൂറിക് ആസിഡ് വരുമ്പോൾ തന്നെ ഒരു സ്റ്റിഫ്നെസ് ആണ് ജോയിന്റ്സിന് ഉണ്ടാവുക. ഈ ഒരു സ്റ്റിഫ്നെസ് മാറാനും അതുപോലെ തന്നെ യൂറിക് ആസിഡിന്റെ സെക്രീഷൻ, അതായത് പുറന്തള്ളുന്നത് നല്ല രീതിയിൽ നടക്കാനും എക്സസൈസ് നിർബന്ധമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു വേദനയെ അഡ്രസ് ചെയ്യാനും കിഡ്നിയെയോ ഹൃദയത്തെയോ ബാധിക്കാതെ ഈ ഒരു വേദന കുറയ്ക്കാനും നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനും വേദന മാറ്റാനും പെയിൻ കില്ലറുകൾ അല്ലാത്ത നല്ല രീതിയിലുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എപ്പോഴും നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം മാത്രം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ അവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള മെഡിസിൻസ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.